blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത അതിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്ണർക്ക് വേണ്ടി എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, എറണാകുളത്തു നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും ദൈവികമായ നല്ല ആരോഗ്യത്തെ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ക്ഷേമത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ഒരു ശോഭനമായൊരു ഭാവി അവർക്ക് നൽകണമേ. കൂടാതെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയമായ സകല അനുഗ്രഹങ്ങളും കൊണ്ട് അവരെ നിറച്ച് അവർ യേശുവിനായി ജീവിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹങ്ങളാൽ കർത്താവെ തന്നെയും തൻ്റെ കുടുംബത്തെയും നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കായംകുളം ജൂൺ 17 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. GDM ഓഡിറ്റോറിയം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, NH47 കായംകുളം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെയ്യാറ്റിൻകര ജൂൺ 18 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീരാഗം ഓഡിറ്റോറിയം, കരിനട, വ്ളാങ്ങാമുറി ജംഗ്ഷൻ, പൂവാർ റോഡ്, നെയ്യാറ്റിൻകര. Today, I want to share with you what draws us away from Jesus. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന സന്ദേശം ഇതാണ്: എന്താണ് നമ്മളെ യേശുവിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? Matthew chapter 11 and verse number 28. മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ Jesus says, all people who are burdened and who are afflicted, you can come to me so that I can give you comfort and rest. അവിടെ പറയുന്ന പ്രകാരമാണ്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ള എല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ പോവുകയാണ്. This is a general common invitation from Jesus to us all. ഇത് യേശു നമുക്ക് നൽകുന്ന പൊതുവായിട്ടുള്ള എല്ലാവർക്കുമുള്ള ഒരു ക്ഷണമാണ്. Now, when Jesus was ministering here, he spoke a lot of parables. യേശു കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് താൻ ഒത്തിരി ഉപമകളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. Parables are stories. ഉപമകൾ എന്ന് പറയുന്നത് അത് കഥകളാണ്. But these stories have a very powerful message to speak to us. ഈ കഥകൾ നമ്മളോട് അതിശക്തമായ സന്ദേശങ്ങൾ പറയുന്നതാണ്. Hallelujah. Hallelujah. So we are going to read such a parable of Jesus now. അങ്ങനെ യേശു കർത്താവ് പറഞ്ഞ അതുപോലെയുള്ള ഒരു ഉപമ ഇന്ന് നമ്മൾ ഇന്ന് വായിക്കുന്നതാണ്. If you have your Bibles, just take it and open. നിങ്ങളുടെ കൈവശം ബൈബിൾ ഉണ്ടെങ്കിൽ ദയവായി അത് തുറന്നാലും. This parable is from Luke chapter number 14. ഇത് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്നാണ് ഈ ഉപമ പറയുന്നത്. Luke chapter 14 and verse number 16 through 24. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16 മുതൽ അതിന്റെ 24 വരെയുള്ള വാക്യങ്ങൾ. So we will read in English and Malayalam so that you can follow the parable. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കുന്നതാണ്, നിങ്ങൾക്കത് പിൻഗമിക്കുവാൻ കഴിയുന്നതാണ്. But I want your attention. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് ആവശ്യമാണ്. Jesus replied, a certain man was preparing a great banquet and invited many guests. യേശു അതിന് മറുപടി പറഞ്ഞത്: ഒരു മനുഷ്യൻ വലിയൊരു വിരുന്നൊരുക്കി അയാൾ അനേകം പേരെ ക്ഷണിച്ചിരുന്നു. At the time of the banquet, he sent his servant to tell those who had been invited, come, for everything is now ready. വിരുന്നിൻ്റെ സമയമായപ്പോൾ അയാൾ തൻ്റെ ഭൃത്യന്മാരെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരോട് വരിക, എല്ലാം തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞു. So Jesus is speaking a story. യേശു കർത്താവ് ഇവിടെ ഒരു കഥ പറയുകയാണ്. And in the story, a man prepared a huge party, a huge feast.
ഇവിടെ ഈ കഥയ്ക്കകത്ത് യേശു കർത്താവ് പറയുകയാണ്, ഒരു മനുഷ്യൻ ഒരു വലിയ സദ്യ, ഒരു വലിയ വിരുന്ന് ഒരുക്കിയിരിക്കുകയാണ്. And he started inviting all the important people. അദ്ദേഹം വളരെ പ്രാധാന്യം നിറഞ്ഞ പ്രധാനപ്പെട്ട ആളുകളെ എല്ലാം ആ സദ്യയിലേക്ക് വിളിക്കുകയാണ്. First he invited them, then at the time of the banquet he sent some reminders also. അവിടെ അദ്ദേഹം ആദ്യം അവരെ നേരത്തെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ആ വിരുന്നിന് തൊട്ടു മുൻപ് അവരെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ചിലരെ അദ്ദേഹം അയക്കുകയാണ്. Verse number 18, but they all alike began to make excuses. The first said, I have just bought a field and I must go and see it. Please excuse me. എന്നാൽ അവരെല്ലാം ഒഴിവുകഴിവുകൾ പറഞ്ഞു തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങിയിരിക്കുന്നു, അത് ചെന്ന് കാണേണ്ട ആവശ്യമുണ്ട്, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. Verse number 19, another said, I have just bought 5 yoke of oxen and I am on my way to try them out. Please excuse me. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങിയിരിക്കുന്നു, അവയെ പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. Then verse number 20, still another said, I just got married so I can't come. 20ാമത്തെ വാക്യം, വേറൊരാൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റുകയില്ല. Then the parable continues. The servant came back and reported this to his master. Then the owner of the house became angry and ordered his servant, go out quickly into the streets and alleys of the town and bringing the poor, the crippled, the blind and the lame. ആ ഭൃത്യൻ മടങ്ങി വന്ന് ഇത് തൻ്റെ യജമാനനെ അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ഭൃത്യനോട്, നീ തെരുവുകളിലും പട്ടണത്തിൻ്റെ ഇടവഴികളിലും ചെന്ന് ദരിദ്രരെയും അംഗഹീനരെയും അന്ധരെയും മുടന്തരെയും കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു. Sir, the servant said, what you ordered has been done, but there is still room. 22ാമത്തെ വാക്യം, പിന്നെ ഭൃത്യൻ, യജമാനെ അങ്ങ് കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു, എന്നാൽ ഇനിയും സ്ഥലമുണ്ട് എന്ന് അറിയിച്ചു. Then the master told his servant, go out to the roads and country lanes and compel them to come in, so that my house will be full. അപ്പോൾ യജമാനൻ ഭൃത്യനോട്, നീ പെരുവഴികളിലും നാട്ടുവഴികളിലും ചെന്ന് ആളുകളെ അകത്തോട്ട് കൂട്ടിക്കൊണ്ടുവരിക, അങ്ങനെ എൻ്റെ വീട് നിറയട്ടെ. Verse number 24, I tell you, not one of those who were invited will get a taste of my banquet. 24ാമത്തെ വാക്യം, ക്ഷണിക്കപ്പെട്ടവരിൽ ആരും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Lift your hands and say hallelujah. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലും. Move like this and shout bigger hallelujah. കൈകൾ ഇങ്ങനെ വീശിക്കൊണ്ട് വലിയ ഹല്ലേലൂയ പറഞ്ഞാലും. Now Jesus in this story is saying that a rich man prepared a huge banquet. യേശു കർത്താവ് ഈ കഥയിൽ ഇപ്രകാരം പറയുകയാണ്, ഒരു ധനികനായ ഒരു വ്യക്തി ഒരു വലിയ വിരുന്ന് ഒരുക്കുകയാണ്. Wedding, birthday party, മനസ്സമ്മതം, anything. ഒരു കല്യാണമോ ഒരു ബർത്ത്ഡേ പാർട്ടിയോ എന്തെങ്കിലും അതുപോലെ മനസ്സമ്മതം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ കൈ ഉയർത്തി പിടിച്ചാലും. You know the pains. നിങ്ങൾക്ക് അതിൻ്റെ വേദന നിങ്ങൾക്കറിയാം. You go to the market and purchase a lot of provision items. നിങ്ങൾ ചന്തയിലേക്ക് ചെന്നിട്ട് അവിടുന്ന് ഒത്തിരി സാധന സാമഗ്രികൾ വാങ്ങിക്കും. Disposable plates, disposable cups, spoons, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, കപ്പുകൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ മേടിക്കുകയാണ്. ടിഷ്യൂ പേപ്പറുകൾ നമ്മൾ മേടിക്കും. Then you rent a lot of chairs and tables. ഒത്തിരി കസേരകൾ നമ്മൾ വാടകയ്ക്ക് എടുക്കും, മേശകൾ നമ്മൾ വാടകയ്ക്ക് എടുക്കും. And a huge drum for washing. അവിടെ വലിയ കൈകൾ കഴുകുന്നതിന് വേണ്ടി വലിയ ഡ്രമ്മുകൾ നമ്മൾ ക്രമീകരിച്ചു വെക്കും. So many arrangements we have to do. ഒത്തിരി ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. In the same way, this man arranged a huge banquet. ഇതേപോലെ തന്നെ ഈ മനുഷ്യൻ ഒരു വലിയ സദ്യ, ഒരു വലിയ വിരുന്ന് ഒരുക്കിയിരിക്കുകയാണ്. Always remember, when Jesus tells his story, there is a message in it. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവ് ഒരു കഥ പറയുമ്പോൾ അതിനകത്ത് ഒരു വലിയ സന്ദേശം അടങ്ങിയിരിപ്പുണ്ട്. So after hearing this parable, we have to take the message. നമ്മൾ ഈ ഉപമ പറഞ്ഞതിന് ശേഷം അതിനകത്ത് സന്ദേശം നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ടതാണ്. Hallelujah. Hallelujah. First he announced the banquet, invited the guests, and then he started the preparation. അദ്ദേഹം ആദ്യം തന്നെ ഈ വിരുന്നിന് വേണ്ടി ആളുകളെ ക്ഷണിച്ചതിന് ശേഷം താൻ വിരുന്നിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ വേണ്ടി തയ്യാറാകുകയാണ്. For example, if you are going to conduct this huge banquet on 25th of this month,
ഉദാഹരണത്തിന് വേണ്ടി ഈ മാസം 25-ാം തീയതി ഇതുപോലെ ഒരു വലിയ സദ്യ, ഒരു വലിയ വിരുന്ന് നിങ്ങൾ ക്രമീകരിക്കുകയാണ്. The beginning of this month or the previous month, you will start inviting people. ഈ മാസത്തിന്റെ തുടക്കവും അതിന്റെ മുന്നിലത്തെ മാസവും നമ്മൾ ആളുകളെ എല്ലാം നമ്മൾ ക്ഷണിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. Then when the date comes, you will start the preparations. ഈ സദ്യയുടെ ആ ദിവസം അടുത്ത് വരുമ്പോൾ നമ്മൾ അതിന്റെ ഒരുക്കങ്ങൾ ചെയ്യുകയാണ്. Now the chief cook is coming, junior cooks are coming, so many are coming, and the neighbors are coming to help you out. ഒത്തിരി അതിന്റെ പ്രധാനപ്പെട്ട ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകൾ വരുന്നു, അതിനെ സഹായിക്കുന്ന ആളുകൾ വരുന്നു, അയലോക്കത്തുകാരെ സഹായിക്കുന്നതിന് വേണ്ടി വരുന്നു. Then this man sent his servants again to remind them about the invitation. ഇപ്പോൾ ഈ ധനികനായ വ്യക്തി താൻ ക്ഷണിച്ചിട്ടുള്ള ആളുകളെ ഈ സദ്യയെ പറ്റി ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി അയക്കുകയാണ്. But do you know what the problem was? എന്താണ് അവിടെ നടന്ന പ്രശ്നമെന്ന് നിങ്ങൾ All the people who were invited had some excuse or other. അവിടെ ക്ഷണിക്കപ്പെട്ട ഓരോ വ്യക്തികളും എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവുകൾ അവർ പറയുകയാണ്. In the parable, we read about 3 excuses. ഈ ഉപമയിൽ നമ്മൾ 3 ഒഴിവ് കഴിവുകൾ, എക്സ്ക്യൂസുകൾ നമ്മൾ കാണുകയാണ്. There could be more, but 3 are recorded. അതിന് അന്നത്തെ ആളുകൾ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ അതിനു വേണ്ടി വരാതിരിക്കാനുള്ള കാരണം പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അതിനകത്ത് 3 കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. We can call it not excuse, we can call it lame excuse. നമ്മൾ ഇതിനെ ഒഴിവ് കഴിവുകൾ എന്ന് പറയാൻ പറ്റില്ല, ഇതിനെ നമ്മൾ മുടന്തൻ ന്യായങ്ങൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. Because if they had a will, they could come. അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആ സദ്യയിൽ എത്തിച്ചേരുവാൻ കഴിയുമായിരുന്നു. Verse number 18. അതിന്റെ 18-ാമത്തെ വാക്യം. But all alike began to make excuses. The first said, I have just bought a field and I must go and see it. Please excuse me. 18-ാമത്തെ വാക്യം. എന്നാൽ അവരെല്ലാവരും ഒഴിവ് കഴിവുകൾ പറഞ്ഞു തുടങ്ങി. ഒന്നാമൻ, ഞാനൊരു വയൽ വാങ്ങിയിരിക്കുന്നു, അത് ചെന്ന് കാണേണ്ട ആവശ്യമുണ്ട്, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. What is lame excuse number 1? അതിൽ ഒന്നാമത്തെ മുടന്ത ന്യായം എന്താണ് ഇവിടെ പറയുന്നത്? One person said, I have just bought a field. ഇവിടെ ഒരു വ്യക്തി പറയാണ്, ഞാനൊരു നിലം വാങ്ങിയിരിക്കുകയാണ്, so I must go and see it. ഞാൻ അത് പോയി കാണേണ്ടത് ആവശ്യമുണ്ട്. He can see it even later. അദ്ദേഹത്തിന് വേണമെങ്കിൽ പിന്നീട് അത് കാണാവുന്നതേ ഉള്ളൂ. Why on that particular day? എന്തുകൊണ്ടാണ് ആ ദിവസം തന്നെ പോയി കാണേണ്ട ആവശ്യകത? Because he has no mind to come. കാരണം അദ്ദേഹത്തിന് ഈ വിരുന്നിൽ പങ്കെടുക്കുവാൻ ഒരു താല്പര്യവുമില്ല. And he said, please excuse me. അദ്ദേഹം പറയാണ്, ദയവായി എന്നോട് ക്ഷമിക്കണമേ. So lame excuse number 1, real estate. അവിടെ പറഞ്ഞ ഒന്നാമത്തെ മുടന്ത ന്യായം ഇതാണ്, വസ്തുവകകളാണ്, Possessions. ആ സമ്പാദ്യങ്ങളെ കുറിച്ചാണ്. Here in this parable, the man who conducts the huge banquet is God. ഇവിടെ ഈ കഥയിൽ ആ വിരുന്നൊരുക്കുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. And he is inviting all of us to have and enjoy the banquet. നമ്മളെല്ലാവരെയും ദൈവം ആ വിരുന്നിൽ പങ്കാളികളാകുവാൻ, അതിന്റെ ഭാഗമായി മാറുന്നതിന് വേണ്ടി നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. And the invitation is going all around the world. ഈ അതിനുള്ള ക്ഷണം എല്ലാ ലോകമെമ്പാടും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. Some people are not coming for prayer meetings. Why? They say, I have just purchased a field, I have to go and see it. എന്നാൽ ചില ആളുകൾ ഇതിനു വേണ്ടി വരുന്നില്ല. അവർ പറയുകയാണ്, ഞാനൊരു സ്ഥലം മേടിച്ചിരിക്കുകയാണ്, എനിക്കത് പോയി അതിന്റെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. Brother, Monday to Saturday I'm working. ബ്രദറെ, ഞാൻ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഞാൻ ജോലി ചെയ്യുകയാണ്. I have only one holiday per week. എനിക്ക് ഒരു അവധി ദിവസമേ ഒരാഴ്ചയിലുള്ളൂ. That is Sunday. അത് ഞായറാഴ്ചയാണ്. I have purchased 30 cents of land. ഞാൻ 30 സെന്റ് ഭൂമി മേടിച്ചിരിക്കുകയാണ്. 3 acres of rubber. അല്ലെങ്കിൽ 3 ഏക്കർ റബ്ബർ തോട്ടം That is the മേടിച്ചിരിക്കുകയാണ്. only day I can go and see it. എനിക്ക് ആ ഞായറാഴ്ച മാത്രമേ അത് പോയി കാണുവാനുള്ള സമയമുള്ളൂ. So many people are saying, please excuse me, I cannot come to Blessing Center on a Sunday. That is the only day I have. I have this project. ഒത്തിരി ആളുകളും പറയുകയാണ്, എനിക്കൊരു ഞായറാഴ്ച മാത്രമേ ഉള്ളൂ, അന്ന് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതുകൊണ്ട് ദയവായി എന്നോട് ക്ഷമിക്കണമേ. Possessions are good, but possessions should not possess us. നമ്മുടെ സമ്പാദ്യങ്ങൾ അത് ഏറ്റവും നല്ലതാണ്, പക്ഷേ ആ സമ്പാദ്യങ്ങൾ നമ്മളെ ഒരിക്കലും അത് ബാധിക്കുവാൻ, അതിന് നമ്മൾ തടസ്സം നിൽക്കുവാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. We need them, but they should not
drag us away from Jesus. നമുക്കത് ആവശ്യമാണ്. പക്ഷെ ഒരിക്കലും നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മളെ യേശുവിൽ നിന്ന് അത് വലിച്ചു മാറ്റുന്നതായിരിക്കരുത്. My question is who gave you this field? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ആരാണ് നിങ്ങൾക്ക് ഈ സ്ഥലം നൽകിയിരിക്കുന്നത്? Who gave you this rubber estate? ആരാണ് നിങ്ങൾക്ക് ഈ റബ്ബർ തോട്ടം നൽകിയിരിക്കുന്നത്? Who gave you the 5 cent land? ആരാണ് നിങ്ങൾക്ക് ഈ 5 സെന്റ് നിലം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്? Who gave you? ആരാണ് തന്നത്? It is given by the Lord. അത് ദൈവമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. The Bible says the earth is the Lord's and the fullness thereof. ആ ബൈബിൾ പറയുന്ന ഭൂമി ദൈവത്തിൻ്റെതാണ്, അതിന്റെ പൂർണ്ണതയും ദൈവത്തിൻ്റെതാണ്. So the giver is the Lord Jesus. അതിന് നമുക്ക് നൽകുന്ന ദാതാവ് എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. So every week, at least one day, we have to give thanks to Him. അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നമുക്ക് തന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള നന്ദി നമ്മൾ ദൈവത്തോട് പറയേണ്ടതായിട്ടുണ്ട്. Lame excuse number 2, verse number 19. ഈ മുടന്ന ന്യായം അതിന് രണ്ടാമത്തെ കാര്യം ഇതാണ്. Another said, I have just bought 5 yoke of oxen and I am on my way to try them out. Please excuse me. ഞാൻ 5 ജോഡി കാളകൾ വാങ്ങിയിരിക്കുന്നു, അവയെ പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണമേ. So the second man had another excuse. ഇവിടെ രണ്ടാമത്തെ വ്യക്തിക്ക് മറ്റൊരു ഒഴിവുകഴിവാണ് ഉള്ളത്. He had purchased 5 yoke of oxen. അവിടെ അദ്ദേഹം 5 ജോഡി കാളകൾ വാങ്ങിയിരിക്കുകയാണ്. And he says, I'm on my way to try them out. അവരെ പരീക്ഷിക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. He says, it's very urgent, I have to go. അത് വളരെ പ്രാധാന്യമുള്ളതാണ്, വളരെ തിടുക്കമുള്ളതാണ്, അതെനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. He could go some other day. മറ്റൊരു ദിവസം വേണമെങ്കിൽ അദ്ദേഹത്തിന് പോകാം. Because this is a great invitation from a great man. കാരണം ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷണമാണ്. So the second lame excuse is business or job. രണ്ടാമത്തെ മുടന്ത ന്യായം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സുകളോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയോ ആണ്. So many people, when they are invited to attend a blessing festival or a blessing center prayer meeting, they say, I have job, morning shift, evening shift, that shift, this shift. ഒത്തിരി ആളുകൾ നമ്മുടെ ബ്ലെസ്സിങ് സെന്ററിലോ അതുപോലെ ഇതുപോലെ നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലോ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറയും, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് രാവിലത്തെ ഷിഫ്റ്റിൽ കയറണം, ഉച്ചക്കത്തെ ഷിഫ്റ്റിൽ കയറണം, വൈകിട്ടത്തെ ഷിഫ്റ്റിൽ കയറണം. അവർ പറയും ജോലി തിരക്കുള്ളതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയും. We all need some income sources. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ വരുമാനം ലഭിക്കുന്ന അതിന്റെ വഴികൾ നമുക്ക് ആവശ്യമാണ്. We all need some job or business. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ നമുക്ക് ആവശ്യമാണ്. But our work, our job, our business should not pull us away from the Lord. എന്നാൽ നമ്മുടെ ജോലിയോ നമ്മുടെ ബിസിനസ്സോ നമ്മുടെ എന്തെങ്കിലുമൊക്കെ വരുമാന മാർഗങ്ങളോ അതൊരിക്കലും നമ്മളെ യേശുവിൽ നിന്ന് വലിച്ച് അകറ്റുന്നത് ആകരുത്. The second man in this story had made some big investments into the livestock business. ഈ രണ്ടാമത്തെ വ്യക്തി ഈ കന്നുകാലികളുടെ ബിസിനസ്സിനകത്ത് അദ്ദേഹം ഒത്തിരി പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. And the livestock business in those days was a very important business. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ കന്നുകാലികളുടെ വ്യാപാരം അതിന്റെ ബിസിനസ് എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയായിരുന്നു. But always remember one thing, at least one day in a week, at least a few hours, we have to thank the Lord. എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ കുറഞ്ഞ ചില മണിക്കൂറുകളെങ്കിലും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായി മാറേണ്ടതാണ്. Everybody say thank you Jesus. എത്രപേർ കൈകൾ ഉയർത്തി താങ്ക് യു ജീസസ് എന്ന് പറയും? Hallelujah. ഹല്ലേലൂയ. Now the third lame excuse. ഇവിടെ മൂന്നാമത്തെ മുടന്ത ന്യായം ഇപ്രകാരമാണ്. Verse number 20 still another said, I just got married so I cannot come. വേറൊരാൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വരുവാൻ പറ്റുകയില്ല. Hello. Third lame excuse is family obligations. മൂന്നാമത്തെ ഈ മുടന്ത ന്യായം ഇതാണ്, കുടുംബത്തിന്റെ ബാധ്യതകൾ. Many people they say, Sunday I want to spend my time with my family. ഒത്തിരി ആളുകളും പറയും, ഞായറാഴ്ച എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം ചില സമയം ചെലവഴിക്കേണ്ടതുണ്ട്, so I cannot come. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റുകയില്ല. Please excuse me. ദയവായി എന്നോട് ക്ഷമിക്കണമേ. But remember one thing, God is the giver of all the relationships and all the family. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവമാണ് എല്ലാ ബന്ധങ്ങളും എല്ലാ കുടുംബങ്ങളും എല്ലാ ബന്ധങ്ങളും നമുക്ക് നൽകുന്നത്. We need our families. നമ്മുടെ കുടുംബങ്ങൾ ഏറ്റവും നമുക്ക് ആവശ്യമാണ്. We should take care of them.
അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അത് നിറവേറ്റേണ്ടതുണ്ട്. We should give importance to our families. നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. But even our family should not pull us away from Jesus. നമ്മുടെ കുടുംബങ്ങൾ പോലും, കുടുംബ ബന്ധങ്ങൾ പോലും നമ്മളെ ഒരിക്കലും യേശുവിൽ നിന്ന് മാറ്റുന്നതായിരിക്കരുത്. സിസ്റ്ററിൻ്റെ പേര് രമ്യ എന്നാണ്. തന്നെ ജൂൺ മാസം ഒരു 8 തന്നെ കടിച്ചു. അതിനുശേഷം കൈയും ശരീരവും കഴുത്തിൻ്റെ പ്രധാന ഭാഗം, കഴുത്തും കൈത്തണ്ടയിലും എല്ലാം ചൊറിഞ്ഞു തടിക്കാൻ തുടങ്ങി. 8 കടിച്ചു. എവിടെ കടിച്ചു? കയ്യിലാണ് കടിച്ചത് എവിടെയാണെന്ന് അറിയത്തില്ല, പക്ഷെ ദേഹം മുഴുവനും My God. ചൊറിഞ്ഞു തടിക്കുമായിരുന്നു. ഏകദേശം 6 മാസത്തോളം ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അസഹനീയമായ ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. മരുന്നുകൾ വൈദ്യന്മാരെയൊക്കെ കാണിച്ചു, മരുന്നുകൾ കഴിച്ചു, പക്ഷെ ഇത് മാറുന്നില്ല. ഒത്തിരി നാൾ താൻ ഇങ്ങനെ 6 മാസത്തോളം ഇത് ചുമന്നുകൊണ്ട് നടന്നു. അതിനുശേഷം താൻ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ക്ഷമയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്രകാരം പ്രാർത്ഥിച്ചു: കൈത്തണ്ടയിൽ ചൊറിഞ്ഞു തടിക്കുന്ന, ചൊറിച്ചിലുള്ള, അതുപോലെ പാടുകളുള്ള ഒരു വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നുവെന്ന് പറഞ്ഞു. കൈയുടെ ഭാഗത്ത് ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് വല്ലാത്ത പാടുകൾ വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് അത്തരം ചില വ്യക്തികൾ കർത്താവ് ഇപ്പോൾ തന്നെ ഇറങ്ങി വന്ന് ദൈവമേ അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി. സിസ്റ്റർ പറയുന്നത് ആ സമയം മുതൽ തൻ്റെ ഇത് കയ്യിലുള്ള ചൊറിച്ചിൽ പതിയെ അങ്ങ് മാറാൻ തുടങ്ങി, ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറാൻ തുടങ്ങി. സിസ്റ്റർ പറയുന്നത് അതിനുശേഷം പതുക്കെ ആ ചൊറിച്ചിലെല്ലാം മാറി. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ശരീരത്തിലെ അത് പൂർണ്ണമായി അത് മാറിപ്പോയി. ഇപ്പോൾ തനിക്ക് ഏകദേശം ഒരു 6 മാസത്തോളമായി ആ ചൊറിച്ചിലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. കർത്താവ് തന്നെ പൂർണ്ണമായി സൗഖ്യമാക്കിയെന്നാണ് പറയുന്നത്. പറഞ്ഞതെല്ലാം സത്യമാണോ? ഈ സൗഖ്യം എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത്? കയ്യിലും ഈ കഴുത്തിലും എല്ലാം പാടുകളായിരുന്നു, പിന്നെ ചൊറിച്ചിലുണ്ടായിരുന്നു ശരീരത്തിലെല്ലാം. ഓക്കെ. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, എനിക്ക് ദൈവം ഒരു വിടുതൽ തരുവാണെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞായിരുന്നു, കർത്താവിനോട് പറഞ്ഞിരുന്നു. എൻ്റെ പിറ്റേ ദിവസമാണ് ക്ഷമ സിസ്റ്റർ പ്രാർത്ഥിച്ച് എനിക്ക് ഇതുപോലെ ഈ സൗഖ്യം കിട്ടുന്നത്. ഹല്ലേലൂയ. ശരീരത്തിൽ ഏതെങ്കിലും ഇതുപോലുള്ള വിഷബാധയേറ്റ ഇതുപോലുള്ള പല സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പല ക്ഷുദ്രജീവികൾ കടിച്ചിട്ട് ശരീരത്തിൽ ഭയങ്കരമായ മാസങ്ങൾ അനുഭവിച്ചതെന്നും യേശു കർത്താവ് വിടുതൽ നൽകി. വീണ്ടും കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ സഹോദരിക്ക് കൊടുത്ത അത്ഭുതകരമായ സൗഖ്യത്തിനായി നന്ദി പറയാം. ഇതേ അവസ്ഥയിലോ മറ്റേതെങ്കിലും പ്രയാസത്തിലോ സൗഖ്യം വേണ്ടവർക്ക് ഇപ്പോൾ കർത്താവ് കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഞങ്ങളിപ്പോൾ തന്നെ പകരുന്നു. ഹല്ലേലൂയ. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി നന്ദി. എല്ലാ രോഗികളെ അങ്ങ് സ്പർശിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കായംകുളം ജൂൺ 17 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. GDM ഓഡിറ്റോറിയം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, NH47 കായംകുളം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെയ്യാറ്റിൻകര ജൂൺ 18 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീരാഗം ഓഡിറ്റോറിയം, കരിനട, വ്ളാങ്ങാമുറി ജംഗ്ഷൻ, പൂവാർ റോഡ്, നെയ്യാറ്റിൻകര. നമുക്കെല്ലാവർക്കും ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ സമയത്ത് വിവിധ രോഗങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്കായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് സൗഖ്യങ്ങൾ ലഭിക്കട്ടെ. ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കുരുക്കൾ വന്ന് പൊട്ടുന്നൊരു വ്യക്തി, അത് ഒത്തിരി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. വായുടെ അകത്ത് വരുന്ന ബ്ലിസ്റ്റേഴ്സ്, അതും സാധാരണ ഇതിൽ ഓവറായി വരും. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. അതുപോലെ യൂട്രസിനകത്തുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഓവറിയിലുള്ള പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. ഫലോപ്പിൻ ട്യൂബിലുള്ള പ്രയാസങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ദൈവിക വിടുതലുകൾ ഓരോ ശരീരങ്ങളിലേക്കും വരട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവർക്ക് മക്കളെ കൊടുക്കണമേ. താങ്ക് യു ലോർഡ്.
ശരീരത്തിലെ ഓരോ ജോയിൻറ്റുകൾക്കെല്ലാം വേദനയുള്ള നീരുള്ളൊരു വ്യക്തി പൂർണ്ണമായും ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ചില രോഗങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. 2 സർജറി കഴിഞ്ഞു ഒരേ വിഷയത്തിന് വേണ്ടി, എന്നിട്ടും 3ാമതും അത് വന്നുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ അത് പൂർണ്ണമായി മാറട്ടെ. ഹാർട്ടിൻ്റെ വാൽവുകൾ സൗഖ്യമാകട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് ഷുഗർ നോർമലാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ പാൻക്രിയാറ്റിക് ക്യാൻസർ, രക്തത്തിലുള്ള ക്യാൻസർ, അങ്ങനെ വിവിധ രീതിയിലുള്ള ക്യാൻസർ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും പ്രയാസങ്ങൾ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കാര്യങ്ങളെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവെ, എന്താണോ അകത്ത് പ്രാർത്ഥിക്കുന്നത്, എന്താണോ അവരുടെ ആവശ്യം, അവരുടെ പ്രാർത്ഥനാ ഡയറിയിൽ എന്തെഴുതി വച്ചിരിക്കുന്നു, കർത്താവെ നീ അതിൻ്റെ മേൽ വിടുതലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് പ്രയാസപ്പെടുന്ന ചിലർ, കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളുള്ള ചിലർ, അവരൊക്കെ കർത്താവ് വിടുവിക്കാൻ ഞാൻ കാണുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ ലിവറിൻ്റെ, കരളിൻ്റെ രോഗങ്ങൾ, കിഡ്നികളുടെ രോഗങ്ങൾ, അതെല്ലാം സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ആണി രോഗം മൂലം വളരെ പ്രയാസപ്പെടുന്നൊരു വ്യക്തി കർത്താവ് സൗഖ്യമാക്കുന്നു. കർത്താവ് കൊടുക്കുന്ന ഈ വിടുതലുകൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് കായംകുളത്താണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. നാളെ നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന, തീർച്ചയായിട്ടും അതിൽ വന്ന് സംബന്ധിക്കണം. അവിടെ വരുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഡയറി, ശിശുമാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിന്നേഴ്സ് ഫാക്ടറി എന്ന പുസ്തകം, ഇതെല്ലാം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല എല്ലാ ഞായറാഴ്ചയും ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നമുക്ക് മീറ്റിംഗ് നടക്കുന്നു. അതിലേക്കും വരണം. കർത്താവ് ഒത്തിരി അതിലൂടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ഓൺ Monday. Bye-bye.